നമ്മൾ അതിന്റെ ഹാഫ് കഴിക്കുമ്പോൾ തൃപ്തിയാവാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ആ കഴിച്ച ഫുഡ് കൊണ്ട് പ്രോപ്പർലി നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഡൈജസ്റ്റ് ആവത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മൾ ചില ആൾക്കാർ ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ്, ഇപ്പം കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലാത്ത പോലെ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കും, അതും രാത്രി നേരങ്ങളിൽ. അപ്പൊ ആ ടൈമിലൊക്കെ കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളുടെ ഡൈജഷൻ വളരെ വീക്കാണ് ആ ഒരു ടൈമിൽ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ വളരെ ഹെവി ആയിട്ട് ഒരുപാട് ഫുഡ് കഴിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്ത് ചെയ്യും, പിറ്റേ ദിവസം ആയാലും നമുക്ക് ഒട്ടും വിശപ്പ് തോന്നത്തില്ല. കാരണം ആ കഴിച്ച ആഹാരം അവിടെ ഡൈജസ്റ്റ് ആയില്ല. അപ്പം അൾട്ടിമേറ്റ്ലി നമ്മളിപ്പോ എന്ത് ഫുഡ് കഴിച്ചാലും അത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആയാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവത്തുള്ളൂ, അതുകൊണ്ട് ആ കഴിച്ച ആഹാരത്തിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള അബ്സോർപ്ഷൻ നടന്ന് നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ കഴിച്ച ഇത് എന്ത് ചെയ്യും, അത് ഇൻഡൈജസ്റ്റഡ് ആയിട്ട് കിടന്നിട്ട് അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകത്തേ ഉള്ളൂ. ഇനി നമ്മൾ കഴിക്കുന്ന ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ആണെങ്കിൽ തന്നെ ക്വാണ്ടിറ്റി വി ഷുഡ് നോട്ട് കോസ് മച്ച് സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് ഒരിക്കലും അത് എന്താ പറയുക, ഒരു ഓവർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ കഴിക്കരുത്. ഒരു മൈൽഡ് ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ വരെ നമ്മളിപ്പോ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു വളരെ ലഘുവായിട്ടുള്ള ഫുഡ് ആണെങ്കിലും കഴിക്കാം. ഇനി അളവിന്റെ ഇതാണ് നോക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളുടെ ആമാശയത്തിന്റെ ഒരു ഹാഫ് ദ പാർട്ട് മാത്രമേ എന്ത് ആവാറുള്ളൂ, ഫുഡ് പാടുള്ളൂ. അതിന്റെ ഒരു ക്വാർട്ടർ പാർട്ട് എപ്പോഴും എന്തായിരിക്കണം, ജലമായിരിക്കണം. അതാണ് നമ്മൾ ഫുഡ് കഴിച്ച് നമുക്ക് വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസ് പറയണത്. പിന്നെ അപ്പോഴും നമ്മൾ ഒരു ക്വാർട്ടർ പാർട്ട് എം ടി ആയിട്ട് ഇടുന്നു. അതെന്തിനാണ്, പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ നടക്കാൻ വേണ്ടിയാണ്. അപ്പം അപ്പൊ മിക്ക ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫുൾ പാർട്ട് എന്ത് ചെയ്യും, ഫുഡ് ആക്കും, എന്നിട്ട് വെള്ളം വളരെ കുറച്ച് കുടിക്കും. കാരണം നമുക്ക് കുറച്ചുകൂടെ ഫുഡ് കയറ്റാമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും സംഭവിക്കുന്നത് എന്താണ്, നമ്മുടെ ഡൈജഷനാണ് പ്രശ്നമാവുന്നത്. പിന്നീട് അത് കൂടുതൽ ടോക്സിൻസിനെ റിലീസ് ചെയ്യും, പിന്നീട് അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇനി വളരെ കുറച്ച് ആഹാരം കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം എനിക്ക് തടി കുറയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും, ഫുഡേ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും, തീരെ ഫുഡ് കഴിക്കത്തില്ല. അപ്പൊ അങ്ങനെ കഴിക്കാതിരുന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. അൾട്ടിമേറ്റ്ലി ഇപ്പം ലെസ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഈസ് നോട്ട് കാപ്പബിൾ ഓഫ് പ്രൊമോട്ടിംഗ് ഇനഫ് സ്ട്രെങ്ത്, നറിഷ്മെന്റ് ആൻഡ് വൈറ്റാലിറ്റി. ഇവിടെ വരുന്ന പേഷ്യൻസിനും ചിലർ ശ്രദ്ധിക്കുന്നതാണ്, കാരണം അവർക്ക് വെയിറ്റ് ലോസ് വേണം, വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, സ്വയം ഫുഡ് കഴിക്കാണ്ടിരിക്കുന്ന ഒരു ഇതുണ്ട്. അത് അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെ വരുമ്പം പിന്നീടുള്ള സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അവർക്ക് വളരെ ഈ പറഞ്ഞ പോലെ വളരെ ക്ഷീണിച്ച് ഭയങ്കര ഒരു എനർജി ഇല്ലാത്ത രീതിയിലോട്ട് അവർ മാറും. അപ്പം അതും അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം കൂടുതലായിട്ട് നമ്മൾ ലംഘനം എന്ന് പറയണം, എന്ന് വെച്ചാൽ നമ്മൾ തീരെ ഈ ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴത്തേക്കും നമ്മളിൽ വാദം കോപിച്ചിട്ട് കൂടുതൽ ചെയ്യും, ഡ്രൈനെസ് ശരീരം മൊത്തം വ്യാപിക്കും. അതാണ് മെയിൻ കാരണം പറയുന്നത്. അപ്പം വളരെ കുറച്ച് ഫുഡ് കഴിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. പിന്നെ കൂടുതൽ ഓവർ ഈറ്റിംഗിന്റെ കൺസെപ്റ്റ് അതാണെങ്കിൽ ഇതേപോലെ തന്നെ, ഫുഡ് വിച്ച് ടേക്കൺ ഇൻ എക്സസ് വിഷിയേറ്റ് ഓൾ ദ ദോഷാസ്. നമ്മളിപ്പം കൂടുതലായിട്ട് ആഹാരം കഴിച്ചാലും എന്ത് സംഭവിക്കും, ഈ പറഞ്ഞ എല്ലാ ദോഷങ്ങളെയും അത് കോപ്പിക്കും. ആൽസോ ഇറ്റ് മേ ലീഡ്സ് ടു ദ അജീർണ. അജീർണം എന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചിട്ട് അത് പ്രോപ്പർ ആയിട്ട് ഡൈജസ്റ്റ് ആവാത്തൊരവസ്ഥ, ഇൻഡൈജഷൻ ആൻഡ് അക്യുമുലേഷൻ ഓഫ് ആമദോഷം. അപ്പൊ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരം ദഹിക്കാതെ ഇരിക്കുന്ന അജീർണം ആയി കഴിഞ്ഞാൽ പിന്നീട് അത് എന്ത് ചെയ്യും, ഒരുപാട് നമ്മൾ പറയുന്ന ടോക്സിൻസിനെ ഒരുപാട് റിലീസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ആമദോഷം എന്നുള്ള കൺസെപ്റ്റിൽ പറയണത്. അപ്പൊ ആമദോഷം എന്താണെന്നുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആമദോഷം എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡൈജഷൻ ആൻഡ് അൺഅസിമുലേഷൻ ഓഫ് ദ ഫുഡ് ലീഡിങ് ടു ടോക്സിസിറ്റി. എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് ഡൈജസ്റ്റ് ആവാതെ വരുമ്പോൾ ടോക്സിൻസിന് റിലീസ് ചെയ്യുന്ന സാധനം. അക്കോർഡിംഗ് ടു ദ വൺ ഹു ഈസ് ഹാബിറ്റുറ്റഡ്. ഇത് മെയിൻ ആയിട്ട് എങ്ങനെയുള്ളവർക്ക് ഉണ്ടാകും, ഒന്ന് ഇൻകമ്പാറ്റബിൾ ഫുഡ് എന്ന് വെച്ചാൽ വിരുദ്ധാഹാരം, പരസ്പരം ചേരാത്ത സാധനങ്ങൾ തമ്മിൽ ചേർത്ത്. ഇപ്പം ചില ആൾക്കാർ ഇപ്പം നമ്മൾ പറയും ഇപ്പം മത്സ്യവും പാലും അങ്ങനെയുള്ള ചില റോങ് ആയുള്ള കോമ്പിനേഷൻസ്, ഇപ്പം പഴവർഗ്ഗങ്ങളും പാലും കൂടെ ചേർത്ത് ഇപ്പൊ സ്മൂത്തി അടിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അതൊക്കെയെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി അതൊക്കെ ഈ വിരുദ്ധ കോമ്പിനേഷനിൽ വരുന്നതാണ്. അപ്പം അതും എന്തുണ്ടാക്കും, ഈ പറഞ്ഞ പോലെ കൂടുതൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ കൂടുതൽ ടോക്സിൻസിനെ റിലീസ് ചെയ്യും. പിന്നീട് ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഒരിക്കലും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് 1-2 ദിവസത്തിനുള്ളിൽ അത് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ഫോളോ ചെയ്യുമ്പോഴത്തേക്കും എന്തുണ്ടാവും, ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് പിന്നീട് അത് എവിടെയാണോ അക്യുമുലേറ്റ് ചെയ്യുന്നത് അവിടെ ഒരു പുതിയ രോഗത്തിന്റെ ഫോമിൽ വരും. പിന്നെ ഈറ്റിംഗ് ഫുഡ് ബിഫോർ ദ ഡൈജഷൻ ഓഫ് ദ പ്രയർ ഫുഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഉച്ചയ്ക്ക് കഴിച്ച ആഹാരം ദഹിച്ചിട്ടില്ല, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, രാത്രി ഡിന്നറിന് നേരെ പോയി ഫുഡ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോഴും എന്തുണ്ടാവും, ഈ പറഞ്ഞ പോലെ അതൊരു ടൈപ്പ് ഓഫ് ഓവർ ഈറ്റിംഗ് പോലെയാണ്. കാരണം ഓൾറെഡി കഴിച്ചത് ദഹിച്ചിട്ടില്ല. അപ്പൊ അവിടെ വീണ്ടും നമ്മൾ ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതും എന്ത് ചെയ്യുന്നു, ഡൈജസ്റ്റ് ആവാത്ത ഒരവസ്ഥയിലോട്ട് പോകും. പിന്നെ ഓൾറെഡി ഇൻഡൈജഷൻ ഉള്ള ആൾക്കാർ എക്സസീവ് ഇൻടേക്ക് ഓഫ് ദ ഫുഡ്, കൂടുതൽ ഓവർ ഈറ്റിംഗ് ചെയ്യുന്ന സമയത്തും ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ കഴിച്ച ആഹാരം പ്രോപ്പറായിട്ട് ദഹിക്കാതെ വന്നിട്ട് അതെന്ത് ചെയ്യുന്നു, കൂടുതൽ
ആമത്തെ അല്ലെങ്കിൽ കൂടുതൽ ടോക്സിൻസിനെ റിലീസ് ചെയ്തിട്ട് അത് ഓരോ പ്രശ്നങ്ങളായിട്ട് മാറും. ഇപ്പം ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഹൊറിബിൾ ആൻഡ് ലീതർ ആസ് പോയിസൺ. നമ്മുടെ ആയുർവേദത്തില് ആമം എന്ന് പറയുന്ന കൺസെപ്റ്റ് ശരിക്കും ഒരു പോയിസൺ ആയിട്ട് തന്നെയാണ് കണ്ടത്. ഇനി അജീർണ അല്ലെങ്കിൽ ഇൻഡൈജഷൻ എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്നുള്ളത്. അജീർണം എന്താണ്? The digestive fire, which is already weakened by ama, will not be capable of breaking down the doshas, medicines and food. അപ്പം വളരെ വീക്കായിട്ട് ഉള്ള ഒരു ഡൈജസ്റ്റീവ് ഫയർ ഉള്ള അവസ്ഥയിൽ അപ്പൊ നമ്മൾ എന്ത് കഴിച്ചാലും ആ ഫുഡ് എന്ത് ചെയ്യത്തില്ല. നമുക്കറിയാം ഇപ്പൊ തീരെ വീക്കായിട്ട് നമുക്ക് വിശപ്പില്ലാത്തൊരവസ്ഥ, അങ്ങനെയുള്ള സമയത്ത് നമ്മളിപ്പോ എന്തെങ്കിലും ഫുഡ് കഴിച്ചാലും നമുക്ക് ഒരു ഭയങ്കര ഹെവിനെസ് പോലെ തോന്നും. ഒരു ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ് കഴിച്ചെങ്കിൽ പോലും അതും വലിയ ഹെവി ആയിട്ട് തോന്നും. ആ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ അജീർണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് അവിടെ നമുക്ക് ജഡ്രാഗ്നി അല്ലെങ്കിൽ നമ്മളൊരു ഡൈജസ്റ്റീവ് ഫയർ ഇല്ല. ആ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുന്നതാണ് പ്രശ്നം. But when the food has undergone digestion, but yet the patient experience fullness and heaviness of the stomach, medicines can be given to increase the acne. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ മരുന്ന് കൊടുത്ത് ആ ജഠരാഗ്നിനെ വർദ്ധിപ്പിക്കേണ്ട അവസ്ഥയും വരാറുണ്ട്. ഇനി അടുത്തത് നോക്കുന്നത് ഈ ഹൗ ടു സോൾവ് ദ ആമദോഷം. ഇപ്പൊ ഇങ്ങനെ ഒരു ആമദോഷം ഉണ്ടായി ഇപ്പൊ എനിക്ക്, എന്നാൽ ഞാൻ അതിനെ എങ്ങനെ ഓവർകം ചെയ്യും? ഇപ്പൊ ഞാൻ കുറച്ച് ഫുഡ് കഴിച്ച് ഓൾറെഡി അതിന്റെ കൂടെ വീണ്ടും ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഭയങ്കര ഹെവിനെസ് ആയിട്ടിരിക്കുന്നു. ആ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെ അതിനെ ഓവർകം ചെയ്യണമെന്നുള്ളത് അതും നമ്മളുടെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കാം. എത്രത്തോളം നമുക്ക് ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നു. ഇപ്പൊ വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഹെവിനെസ് ആണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒരു നേരത്തെ മീൽ നമ്മൾ സ്കിപ്പ് ചെയ്താൽ തന്നെ അതെന്ത് ചെയ്യും, ഇതിനെ നോർമലായിട്ട് കറക്റ്റ് ചെയ്യും. അല്ലാതെ ഒരു മോഡറേറ്റ് വിശേഷൻ ഒക്കെയാണ്, മോഡറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടായിരിക്കുന്നെങ്കിൽ അപ്പൊ നമ്മൾ ഒരു മീൽ നമുക്ക് ഇതാക്കാം, സ്കിപ്പ് ചെയ്യാം. ഒപ്പം നമ്മൾ എന്തെങ്കിലും ഒരു മെഡിസിൻ ഇന്റേണലി ആയിട്ട് ഇപ്പം നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മെഡിസിൻ കൂടെ കഴിച്ചാൽ അത് ഹെൽപ്പ് ചെയ്യും. ഇനി അത് വളരെ എക്സ്ട്രീം ലെവലിലായിട്ടുള്ള ഒരു ഹെവിനെസ് ആയിട്ടാണ് വരണമെങ്കിൽ നമ്മൾ അപ്പം എന്ത് ചെയ്യണം, ഈ ശോധന തെറാപ്പിയിലോട്ട് പോകേണ്ടി വരും. എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ശോധനം ചെയ്ത് അത് ക്ലീൻ ചെയ്ത് കളഞ്ഞാലേ പിന്നെ അത് മാറത്തുള്ളൂ. ഇനി അടുത്തതായിട്ട് ആക്ടിവിറ്റീസ് ടു ബി അവോയ്ഡഡ് ആഫ്റ്റർ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്. നമ്മളിപ്പോ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പൊ പൊതുവെ ആൾക്കാരെല്ലാം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ കണ്ടിട്ടുള്ള ട്രെൻഡാണ്, ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇരുന്ന് സംസാരിച്ച് എത്രയെങ്കിലും നേരം ഇരിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അൾട്ടിമേറ്റ്ലി അതൊരു നല്ല ശീലമല്ല. നമ്മളെപ്പോഴും പറയും, നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് നമ്മുടെ ഡൈജഷനെ അത്ര നല്ല രീതിയിൽ ഇത് ഇമ്പ്രൂവ് ചെയ്യത്തില്ല. പിന്നെ ചില ഇതാണ് പറയുന്നത് ടോക്കിംഗ്, അതും വളരെ ഉച്ചത്തിലുള്ള സംസാരിക്കുന്നത് നല്ലതല്ല. ഒരുപാട് ദൂരം നടക്കാൻ പോകുന്നത്. ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ ട്രാവലൊക്കെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഫുഡ് കഴിക്കുന്നു പിന്നെ വീണ്ടും എന്റെ ട്രാവലിങ്ങിലോട്ട് പോകണം, അതും നല്ലതല്ല. പിന്നെ ഫുഡ് കഴിച്ച ഉടനെ ഉറങ്ങുന്നത്, ഇപ്പം ഒരുപാട് പ്രത്യേകിച്ച് ഇപ്പൊ വീട്ടമ്മമാർക്കൊക്കെ ഉള്ള ഒരു ഇതാണ്, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നേരെ ഒരു ഉച്ചമയക്കം എന്ന് പറഞ്ഞ് 1 മണിക്കൂർ 2 മണിക്കൂർ നേരെ പോയി കിടന്നുറങ്ങും. അതും എന്തല്ല, നമ്മുടെ ഡൈജഷന് നല്ലതല്ല. പിന്നെ ഈ പറഞ്ഞല്ല വെയിൽ കൊള്ളുന്നതാണെങ്കിലും യാത്രകൾ ചെയ്യുന്നതാണെങ്കിലും സ്വിമ്മിങ് നീന്തുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നത്. കാരണം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അതിനുശേഷം നമ്മൾ കുറച്ച് നേരം എന്ത് ചെയ്യണം, നമ്മളെ ആ ഒരു ഡൈജഷന് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം നമ്മൾ ചെയ്യണം. അപ്പം ഒരു മൈൽഡ് ആയിട്ടുള്ള ചെറിയ വാക്കിങ്, ഇപ്പൊ നടക്കുന്നതൊക്കെ നല്ലതാണ്. നമ്മളിപ്പോ പറയുന്ന സംഭവം ഒരു കൺസെപ്റ്റ് ഉണ്ട്. കാരണം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ രാജാവിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള ഒരു മൈൽഡ് വാക്കിംഗ് ഒക്കെ നടത്തുന്നത് നല്ലതാണെന്ന് ആയുർവേദത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാം. പക്ഷെ ഇത്തരത്തിലുള്ള ഇപ്പം പോയി ഉറങ്ങുന്നതാണെങ്കിലും അല്ലെങ്കിൽ വളരെ ലോങ് ആയിട്ടുള്ള എന്തെങ്കിലും യാത്രകൾ ചെയ്യുന്നത് ഇതൊന്നും നല്ലതിനല്ല. ഇനി നമ്മൾ ഇതില് സംസാരിച്ച് പോയ മറ്റൊരു ടോപ്പിക്കാണ് വിരുദ്ധാഹാരം എന്ന് പറഞ്ഞാൽ പരസ്പരം ചേരാൻ പാടില്ലാത്ത ആഹാരങ്ങൾ. അതും ഏറ്റവും ആൾക്കാർക്ക് അറിയില്ലാത്ത ഒരു കൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ എന്തൊക്കെ ഫുഡ് കോമ്പിനേഷൻസ് ആണ് ശരിക്കും പരസ്പരം ചേരാൻ പാടില്ല എന്നുള്ള സംഭവങ്ങൾ. അപ്പം എന്താണ് വിരുദ്ധാഹാരം എന്ന് പറയുന്നത്? ദ ഫുഡ് വിച്ച് പ്രൊവോക്ക് ദ ദോഷാസ്. ഇപ്പൊ നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന ഇപ്പൊ വാദം, പിത്തം, കഫം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ്, ഇതിനെ എല്ലാത്തിനെയും പ്രൊവോക്ക് ചെയ്യും, ബട്ട് ഡസ് നോട്ട് എക്സ്പെൽ ദം ഔട്ട് ഓഫ് ദ ബോഡി ഈസ് നോൺ ആസ് വിരുദ്ധാഹാരം. അപ്പൊ ഇത്തരം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ദോഷങ്ങളെ പ്രകോപിപ്പിച്ചിട്ട് ഇതെന്ത് ചെയ്യും, ഇത് ശരീരത്തിൽ നിന്ന് പോകത്തുമില്ല, ഇത് അങ്ങനെ അവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കും. ഇപ്പം ഇങ്ങനെയുള്ള ഫുഡിന്റെ കോമ്പിനേഷൻസ് ഏതൊക്കെയാന്നുള്ളത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഏറ്റവും കേട്ടിട്ടുള്ള സംഭവമാണ്. ഒന്ന് ഈ പറഞ്ഞ മത്സ്യവും പാല് പോലുള്ള സംഭവങ്ങൾ, പിന്നെ മിൽക്ക് ആൻഡ് അസിഡിക് ഫുഡ്. ഇതിൽ നമുക്ക് ഒട്ടുമുക്കാൽ നമ്മൾ ഈ പറയുന്ന ഈ സ്മൂത്തികൾ നമ്മളിപ്പം ഒന്നെങ്കിൽ ചിലരിപ്പം ഏതൊക്കെ ഫ്രൂട്ട്സ് കിട്ടുന്നു അതിനൊക്കെ അവർ പാലുമായിട്ട് മിക്സ് ചെയ്തിട്ട്
അത് വെച്ച് സ്മൂത്തി ഉണ്ടാക്കി കുടിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഒരു വിരുദ്ധാഹാരം തന്നെയാണ്. പിന്നെ കർഡ് ആൻഡ് ചിക്കൻ, ഇതും ഇപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മളിപ്പം ഈ ഇപ്പം ചിക്കനൊക്കെ വെക്കുന്ന സമയത്ത് ആൾക്കാർ എന്ത് ചെയ്യും, ഒരു പുളിപ്പിനൊക്കെ വേണ്ടിയിട്ട് തൈര് ചേർക്കുന്നുണ്ട്. അതും എന്താണ്, ഒരു ടൈപ്പ് ഓഫ് വിരുദ്ധാഹാരം തന്നെയാണ്. പിന്നെ നെയ്യും തേനും സെയിം റേഷ്യോയിൽ എടുക്കുന്നതും ഒരു ടൈപ്പ് ഓഫ് പോയിസൺ പോലെയാണ് പറയുന്നത്. പിന്നെ നമ്മളിപ്പം തേനിനെ മറ്റ് ചൂടുള്ള ആഹാരത്തിനോട്, ഇപ്പൊ ഈ ഹണി ചിക്കൻ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അത് പക്ഷെ നോർമൽ നാച്ചുറൽ ആയിട്ടുള്ള ഹണി ആണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇപ്പം കൂടുതലും കിട്ടുന്ന അഡൾട്ടറൻ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ തേനൊന്നിക്ക് ചൂടാക്കിയോ അല്ലെങ്കിൽ ചൂടാക്കിയോ ഇങ്ങനെയുള്ള ചിക്കന്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കുന്നതും അതും എന്താണ്, ഒരു ടൈപ്പ് ഓഫ് വിരുദ്ധാഹാരം തന്നെയാണ്. പിന്നെ യോഗട്ട് ആൻഡ് സിട്രസ് ഫ്രൂട്ട്സ്, നമ്മുടെ പഴം, ബട്ടർ മിൽക്ക്, അതൊക്കെ ഇങ്ങനെ ഗ്രന്ഥത്തിൽ പറയുന്നതാണ്. പിന്നെ ബ്രോൺസ് വെസലിൽ നെയ്യ് കീപ്പ് ചെയ്യുന്നതും അത് ഈ പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ അവിടെ ഉണ്ടാക്കിയിട്ട് പിന്നീട് അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഇനി ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് ഏതൊക്കെ ഫ്രൂട്ട്സുകളാണ് ശരിക്കും നമ്മൾ ഈ പാലുമായിട്ട് മിക്സ് ചെയ്യാൻ കൂടാത്തത് എന്നുള്ളത് പറഞ്ഞാൽ ഒട്ടുമുക്കാൽ ഫ്രൂട്ട്സ്. ഇപ്പൊ നമ്മൾ പഴമാണെങ്കിൽ ഏറ്റവും അധികം ആൾക്കാർ ചെയ്യുന്നത് പഴവും പാലും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് അങ്ങനെ കുടിക്കുന്നതാണ്, കൂടുതൽ പ്രോട്ടീൻ കിട്ടാന്നുള്ള രീതിയിൽ. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഒരു വിരുദ്ധാഹാരമാണ്. അതും തമ്മിൽ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തൊരു കോമ്പിനേഷൻ. പിന്നെ ചെറീസ്, പൈനാപ്പിൾ, ഗ്രീൻ ആപ്പിൾ, അങ്ങനെ ഒട്ടുമുക്കാല് നമ്മൾ കേട്ടിട്ടുള്ള ഫ്രൂട്ട്സും എന്ത് ചെയ്യാൻ പാടില്ല, പാലുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാനോ അല്ലെങ്കിൽ ഇത്ര സ്മൂത്തി ആയിട്ട് കഴിക്കാനോ നല്ലതല്ല. ഇനി അടുത്ത പറയുന്നതെന്ന് വെച്ചാൽ വെൻ ഡു ഐ ഈറ്റ് ദ ഫുഡ്, എപ്പോൾ കഴിക്കാന്നുള്ള ഒരു കൺസെപ്റ്റ്. നമുക്ക് ഏത് ടൈമിലാണ് ശരിക്കും ഫുഡ് കഴിക്കാനുള്ളത്. അതിലും പറയുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൽ ടൈം ഫോർ ദ ഫുഡ് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഹൈജീന്റെ ഇത് തന്നെയാണ്. നമ്മളെ മലശോധനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ, എന്ന് വെച്ചാൽ നമ്മളൊരു പുണ്യകർമ്മത്തിന് പോകുന്ന സമയത്ത് നമ്മളെപ്പോഴും ബോഡി ക്ലീൻ ആക്കി വേണ്ട ചെയ്യാറുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ആഹാരം കഴിക്കുന്നതിനെ നമ്മളെ ശാസ്ത്രത്തിൽ കണ്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് മുന്നേ തന്നെ നമ്മൾ ശോധനയും ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവണം. പിന്നെ നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ പുളിച്ചു കേട്ടല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ശേഷം മാത്രമേ കഴിക്കാവൂ. നമുക്ക് വിശപ്പ് പ്രോപ്പറായിട്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞ സംഭവം, വിശപ്പ് പ്രോപ്പറായിട്ട് തുടങ്ങിയ ശേഷം മാത്രമേ ഫുഡ് കഴിക്കാവൂ. പിന്നെ നല്ല രീതിയിൽ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയർ, നമ്മളെ അഗ്നി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, അത് ഇമ്പ്രൂവ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഫുഡ് കഴിക്കാവൂ. ബോഡി ഭയങ്കര ലൈറ്റ് ആയിരിക്കണം. അതാണ് പറയുന്നത്. ഇപ്പൊ ഒരു വളരെ ഹെവി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നത് കാരണം ഇതാണ്. കാരണം ബോഡി എപ്പോഴും ലൈറ്റ് ആവുന്നെന്ന് പറയുന്നത് നമ്മളെ നല്ല ഒരു ഡൈജസ്റ്റീവ് ഫയർ ഉണ്ട് എന്നതിന്റെ ഒരു സിമ്പിളാണ്. അപ്പം അങ്ങനെ ലൈറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം ഫുഡ് കഴിക്കാറുള്ളത്. ആൻഡ് ക്യാപ്പബിൾ ഓഫ് പെർസീവിങ് ദ സെൻസസ് എന്ന് പറഞ്ഞാൽ ഇപ്പം കഴിക്കുന്ന ഒരു മൊമെന്റിൽ നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും അവിടെ നമ്മൾ ആ ഫുഡിനെ എൻജോയ് ചെയ്യണം. അതിനുവേണ്ടിയാ പറയണം എല്ലാ സെൻസ് ഓർഗൻസും അവിടെ നല്ല രീതിയിൽ വരണം. ഇപ്പം നമ്മൾ ആ ഫുഡ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ടൈപ്പ് ഓഫ് സലൈവേഷൻ വന്നിരിക്കണം. പിന്നെ അതിന്റെ സ്മെല്ല് നമ്മൾ എൻജോയ് ചെയ്യണം. അങ്ങനെ എൻജോയ് ചെയ്ത് വേണം ഫുഡ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ ആ കഴിക്കുന്ന ആഹാരം എപ്പോഴും അതാണ് നമ്മളെ കൺസെപ്റ്റ് പറയും, ഹൃദ്യമായിരിക്കണം കഴിക്കുന്ന ആഹാരം എന്ന് വെച്ചാൽ കഴിക്കുന്ന ഫുഡ് നമ്മളെ മനസ്സും ശരീരം എല്ലാം അതിനെ വളരെ എൻജോയ് ചെയ്ത് വേണം കഴിക്കാനുള്ളത്. ഈ രീതിയിലാണ് ഫുഡ് കഴിക്കണമെങ്കിൽ അൾട്ടിമേറ്റ്ലി നമുക്ക് എന്തായിരിക്കും, ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ ഒരു നോർമൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇതെല്ലാം പറയുന്നത് അൾട്ടിമേറ്റ്ലി എന്തിനു വേണ്ടിയാണ്, നമ്മുടെ ഈ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ കഴിക്കുന്ന ആഹാരം. അപ്പം ഈ സംഭവങ്ങളെല്ലാം ശരിക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ഫോളോ ചെയ്യേണ്ട സംഭവമാണ്. ഇപ്പൊ ഇൻ കേസ് അപ്പൊ ആൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ്, ഇപ്പം ഡൈജസ്റ്റീവ് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്തുള്ള കഴിക്കേണ്ട കാര്യങ്ങളെ പറ്റിയല്ല നമ്മളിപ്പോൾ ആദ്യമേ പറയുന്നത്. ഇപ്പൊ റെഗുലർ ആയിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞത് ഒരിക്കലും ഇപ്പൊ ഡൈജഷൻ ഓൾറെഡി എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാൾക്ക് വേണ്ടിയുള്ളതല്ല. അൾട്ടിമേറ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരാള് ആളുടെ ഹെൽത്ത് ഇതേപോലെ എങ്ങനെ കണ്ടിന്യൂ ചെയ്യാം എന്ന കൺസെപ്റ്റിന് വേണ്ടി പറയുന്ന സംഭവം. ബട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പം ആമം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻഡൈജഷൻ പോലുള്ള പ്രശ്ന സമയത്ത് അപ്പൊ നമ്മൾ എങ്ങനെ ഓരോന്നിനെ സോൾവ് ചെയ്യാന്നുള്ളത് എല്ലാം ഈവൻ ഒരു പേഷ്യന്റ് ആണെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഫോളോ ചെയ്താൽ തന്നെ ഈവൻ വിത്തൗട്ട് മെഡിസിൻസ് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ടോപ്പിക്. ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ. ഡോക്ടർ വളരെ നന്നായിട്ട് ക്ലാസ് എടുത്തു. ഇതിലിപ്പോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു.
ഭക്ഷണം കഴിക്കുന്ന രീതി, എപ്പോ കഴിക്കണം, എങ്ങനെ കഴിക്കണം, വിരുദ്ധാഹാരങ്ങള്, നമ്മള് കോമ്പിനേഷൻസിനെ കുറിച്ച് പറഞ്ഞു. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. വിഷ്ണു ഡോക്ടറെ, സോറി, റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അത് അതിന്റെ ഇടയിൽ നടന്നില്ല. കുറച്ച് റെക്കോർഡ് ആയിട്ടുണ്ട്, ഒരു കാൽഭാഗം കഴിഞ്ഞപ്പോഴേക്കും ആയിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? ഡോക്ടർ ശ്രീപാർവതി, രണ്ടു വാക്ക് സംസാരിക്കാമോ? ഡോക്ടർ ഇല്ലേ? പോയോ? ശ്രീപാർവതി ഡോക്ടർ ഇല്ല തോന്നുന്നു. ഡോക്ടർ ഓമന ഡോക്ടർ ഉണ്ട് ഡോക്ടറെ. രണ്ടു വാക്ക് സംസാരിക്കാമോ ഡോക്ടറെ? കേറിയിരുന്നോ? ആദ്യം മുതൽ കേട്ടിരുന്നു? കുറച്ച് കഴിഞ്ഞിട്ട് കയറി, എന്നാലും ഞാൻ കയറി. എല്ലാവർക്കും നമസ്കാരം. ക്ലാസ് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കയറിയത്. പക്ഷെ വളരെയധികം ഗുണപ്രദമായിരുന്നു ക്ലാസ്സുകൾ. നമ്മൾ എത്ര അളവിൽ കഴിക്കണം, എപ്പോ കഴിക്കണം, എന്തൊക്കെ വിരുദ്ധാഹാരം, വളരെ നന്നായി സാറ് ക്ലാസ് എടുത്തിട്ടുണ്ട്. വിഷ്ണു ഡോക്ടർ നന്നായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓരോ വ്യക്തിക്കും ഭക്ഷണത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും ഇനി നമുക്ക് ക്ലാസ് എടുക്കുവാനും പറ്റിയ കാര്യങ്ങളാണ്. നമുക്ക് ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് നടത്തണമല്ലോ. അപ്പൊ ഫുഡിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ക്ലാസ് എടുക്കാൻ പറ്റിയതും കൂടിയാണ് ഈ ക്ലാസ്. അതിന് വളരെയധികം സാറിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇത് സംഘടിപ്പിച്ചവരോടും നന്ദി. താങ്ക് യു ഡോക്ടറെ. സംശയങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അഭിപ്രായങ്ങളും പറയാട്ടോ, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും. സ്വാഗതം. ഡോക്ടർ പ്രിയലക്ഷ്മി ജോയിൻ ചെയ്തിരുന്നോ? ഡോക്ടറെ? ഡോക്ടർ ഇപ്പഴാ ജോയിൻ ചെയ്തത്. അതെ, കഴിഞ്ഞു. ഡോക്ടർ രണ്ടു വാക്ക് സംസാരിച്ചോളൂ. ആഹാരത്തിനെ കുറിച്ചാണ് ക്ലാസ് എടുത്തത് നമ്മള്. ഡോക്ടറെ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ, ഞാൻ കേട്ടില്ല, ഒട്ടും ക്ലാസ് കേട്ടില്ല ഡോക്ടറെ. ഓക്കെ. ആർക്കും അറിയാനില്ലെങ്കിൽ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡോക്ടർ, ഞാൻ ഒരു സംശയം ചോദിച്ചാൽ, നമ്മുടെ ഈ സദ്യയില്ലേ, നമ്മുടെ സദ്യ വരുമ്പം സദ്യക്കകത്ത് അത് നമ്മുടെ അതായത് കേരള സദ്യ വരുമ്പോ അതൊരു വിരുദ്ധാഹാരമാണോ അതോ നല്ലൊരു സമ്പൂർണ്ണ ആഹാരമാണോ? സദ്യയിൽ പറഞ്ഞ പോലെ ഇപ്പം അൾട്ടിമേറ്റ്ലി ഇപ്പൊ ഇവിടെ നിന്ന് പേഷ്യൻസ് ചില ആൾക്കാര് ഓണത്തിന് സദ്യ കഴിക്കണം എന്ന് പറഞ്ഞപ്പോഴും അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അതില് വിരുദ്ധാഹാരത്തിന്റെ ഒരു കൺസെപ്റ്റ് അല്ല ശരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഒരു മീൻസ് ആ കഴിക്കേണ്ട ഓർഡറിലാണ് കഴിക്കണമെങ്കിൽ അത് ഒരിക്കലും വിരുദ്ധമായിട്ടുള്ള ഇതല്ല. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് അത് കഴിക്കേണ്ട ഓർഡർ അറിയാതെയാണ് കഴിക്കുന്നതെങ്കിൽ അത് തീർത്തും അതൊരു വിരുദ്ധാഹാരത്തിലോട്ട് പോകും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇപ്പൊ പേഷ്യൻസിനോട് ഞാൻ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം സദ്യ എന്ന് പറഞ്ഞപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ മീലായിട്ടൊക്കെ മാത്രം കാണണ്ട. കാരണം അതൊരു വളരെ ഹെവി ആയിട്ടുള്ള ഒരു മീലാണ്.
ഒരു ജസ്റ്റ് ആ ഒരു സിംഗിൾ സദ്യയിൽ നിന്ന് തന്നെ ഒരുപാട് കലോറി നമുക്ക് മീൻസ് ഒരു ഇപ്പം അന്ന് ഇത്തവണ ഓണത്തിന് ഞാൻ ഇപ്പം വീട്ടിൽ നിന്ന് കഴിച്ച സമയത്ത് ഞാൻ ശ്രദ്ധിച്ചാണ് വൈകിട്ടായി കഴിഞ്ഞിട്ടും എനിക്ക് ഒരു വിശപ്പും ഫീൽ ചെയ്തില്ല. കാരണം ആ ഒരു നേരത്തെ ഫുഡ് മതി നമ്മളുടെ ആ ഒരു എൻ്റെ ഡേക്കുള്ള എനർജി മൊത്തം അവിടെ ആയി. കാരണം അത്രയും ഹെവിയാണ്. കാരണം ഒരു 1 2 3 ഒന്നും അല്ല, നമ്മൾ അതില് ഇപ്പം 2 3 തരം പായസം തന്നെ കാണും. അപ്പൊ അതെല്ലാം ഒരു ഹെവി മീലാണ്. പക്ഷെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ആ ഒരു ഓർഡറിലാണ് കഴിക്കണമെങ്കിൽ അതൊരിക്കലും അതൊരു വിരുദ്ധമായിട്ടുള്ള ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ ഓക്കെ. അതിലെ ഷഡ്രസങ്ങളുടെ പ്രാധാന്യം ഇപ്പൊ നമ്മള് മധുരം, അമ്ലം, ലവണം, കടു, തിക്തം, കഷായം എന്ന് പറയുന്ന 6 രസങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആദ്യം മധുരത്തിൽ തുടങ്ങി കഷായ രസത്തിൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ ഉള്ള സാധ്യത കുറവായിരിക്കും. പിന്നെ മധുരം എന്ന് പറയുന്നത് നെയ്യാണ്, നെയ്യിലാണല്ലോ നമ്മൾ തുടങ്ങുക. അതുപോലെ മോരിലാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ കഷായ രസപ്രധാനമായിട്ടുള്ള മോര്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഇതിന്റെയൊക്കെ പ്രാധാന്യങ്ങളുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട് ഈ അയർവാണിയിൽ തന്നെ. അപ്പോ എല്ലാവരും ജോയിൻ ചെയ്യുന്നു കരുതുന്നു. രസങ്ങളുടെ പ്രാധാന്യം സദ്യയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും തയ്യാറായിട്ട് തന്നെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവാം. താങ്ക് യു ഡോക്ടർ പ്രിയ. ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടറെ. വേറെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? എല്ലാ അഭിപ്രായങ്ങളും പറയാം, നിങ്ങളുടെ അനുഭവങ്ങളും പറയാം. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ ഡോക്ടറെ? ഓക്കെ, താങ്ക് യു ഡോക്ടർ വിഷ്ണു ഫോർ യുവർ വണ്ടർഫുൾ ക്ലാസ്. വളരെ നന്നായിട്ട് ഡോക്ടർ ക്ലാസ് എടുത്തു. ഇന്ന് ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും ഞങ്ങളുടെ വനിതാ കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ആൻഡ് ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിലും എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശുഭരാത്രി.